ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് വീടാണ് കേട്ടോ. വീട് അത് ചെറുതോ വലുതോ സ്വന്തമോ അല്ലെങ്കിൽ വാടകയോ റെൻറ്റിനോ എന്തൊക്കെ ആയാലും അത് നമ്മുടെ ഒരു സ്വകാര്യതയാണ്, നമ്മുടെ ഒരു സ്വപ്നമാണ്, നമ്മളൊരു സന്തോഷമാണ്, സ്വർഗമാണ് അല്ലേ. അപ്പോൾ ഞങ്ങളും നാട്ടിൽ സെറ്റിലാവാൻ തീരുമാനിച്ചപ്പോൾ നമ്മളിവിടെ തൃശ്ശൂരുള്ള ഈ ഫ്ലാറ്റുകാരായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്കൊരു 3 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് വേണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പിന്നെ ഞാനും മക്കളും മാത്രമായതുകൊണ്ട് ഒരു സെക്യൂരിറ്റി അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു ഫ്ലാറ്റ് എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കണ്ടു. ഞങ്ങൾക്ക് ഫ്ലാറ്റൊക്കെ വളരെ ഇഷ്ടമായി. ഫർണിഷ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റായിരുന്നു. 3 ബെഡ്റൂം ഫ്ലാറ്റാണ്. ഒരു വിധത്തിലുള്ള ഹോം അപ്ലയൻസസും ഇതിലുണ്ടായിരുന്നു. ഇപ്പോഴും മുഴുവനായി എന്ന് പറയാനായിട്ടില്ല, എന്നാലും ഒരുവിധം എല്ലാം സെറ്റായി കഴിഞ്ഞു. മക്കളിവിടെ അടുത്താണ് സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ അവർ സ്കൂളിൽ പോയി തുടങ്ങി. അങ്ങനെ ഒക്കെ നമ്മൾ സ്മൂത്തായി കാര്യങ്ങൾ പോകുന്നു. വീടത് ഈ പറഞ്ഞ പോലെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം അടുക്കും ചിട്ടയായിട്ട് വെക്കുകയാണെങ്കിൽ ആ വീടിന് അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ അതിൽ താമസിക്കുന്ന നമുക്കാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഒരു നിസ്സാര കാര്യം തന്നെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനൊരു അടുക്കും ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു വീട്, അതാണ് എൻ്റെ സ്വപ്നം. പിന്നെ ഇനി സ്വന്തമായിട്ടുള്ളൊരു വീട് എന്നൊരു രീതിയിലോട്ട് ഞങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മൾ നാട്ടിലെത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നാട്ടിൽ സെറ്റിലാവുന്നത് എങ്ങനെയാണ്, നാടെന്താണ്, എല്ലാ കാര്യങ്ങളും വിശദമായി നമ്മളുടേതായി പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മളിനി നമ്മളുടെ അതും വലിയൊരു സ്വപ്നവും വലിയൊരു ആഗ്രഹമാണ് വീട് എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതുവരേക്കും ഇപ്പോൾ നമ്മൾ നാട്ടിൽ വന്ന് താമസിച്ച കാലത്ത് ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഓർമ്മയിലുള്ള ആദ്യത്തെ വീട് എന്തായാലും ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷമായ വീട്ടിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമുക്ക് വീട് കണ്ടാലോ? അപ്പോൾ നമ്മളുടെ മെയിൻ ഡോറ് കടന്നു വന്നാൽ നമുക്ക് ഇതുപോലൊരു വിസിറ്റിംഗ് സ്പേസ് ഉണ്ട്. പെട്ടെന്ന് വന്ന് സംസാരിച്ച് പോകുന്നവർക്കും അറിയാം. ഇപ്പോൾ നമുക്ക് റിലേറ്റീവ്സ് ആയാലും അധികം പേര് വന്നാലും ഇരിക്കാനുള്ള വേണ്ടത്ര സ്ഥലം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ സെറ്റിയും ഈ ഒരു ടേബിളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊന്ന് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ, താക്കോലൊക്കെ തൂക്കിയിടാനായിട്ട്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ താക്കോൽ ഇവിടെ ഇടാനായാലും പോകുമ്പോൾ പെട്ടെന്ന് എടുക്കാനായാലും എളുപ്പമുണ്ടല്ലോ. പിന്നെ നമ്മളുടെ ഫാമിലി ഫോട്ടോ നിങ്ങൾ ആദ്യത്തെ വ്ളോഗിലൊക്കെ നമ്മൾ ദുബായിലെ വീട്ടിൽ കണ്ടിട്ടായിരിക്കും. സെയിം ഫോട്ടോ തന്നെയാണ് നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷോക്കേസിലുള്ള കാര്യങ്ങളായാലും ചിലതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ചിലതൊക്കെ നമ്മളായിട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ ഇതാണ് മനോഹരമായിട്ടുള്ള, ഞങ്ങൾക്ക് ഇത് വളരെ മനോഹരമായൊരു വീടാണ്. അപ്പോൾ നമ്മളുടെ ഒരു വിസിറ്റിംഗ് സ്പേസ് ഇതാണ്. ഈ വിസിറ്റിംഗ് സ്പേസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഹോളാണ്. ഇപ്പോൾ സാധാരണ വീട്ടിൽ ഇത് വലിയൊരു ഹോളായിട്ടായിരിക്കും. ഇത് 1520 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 1 ഇഞ്ച് സ്ഥലം പോലും നമുക്ക് കളയാനില്ലല്ലോ, അതുപോലെയാണ് അവരത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഈ ഒരു ഹോൾ സൈഡിൽ ഒരു ഭാഗം TV യൂണിറ്റ് ആയിട്ടും അടുത്ത ഭാഗമാണ് ഡൈനിങ് ആയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ TV യൂണിറ്റ്. ഈ ഒരു ടിവിയും ഈ ഒരു സെറ്റിയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ടേബിളായാലും ഡൈനിങ് ടേബിളായാലും 3 റൂംസിലും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കബോർഡാണെങ്കിലും മാട്രസ് ആണെങ്കിലും കോട്ടാണെങ്കിലും ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ TV യൂണിറ്റ്. ഈ സ്പീക്കറും ലൈറ്റൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് ദുബായിൽ. നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നു. ഇത് മീഷോന്ന് മേടിച്ചൊരു ഷോ പീസാണ് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം മീഷോന്നാണ് കുറച്ചധികം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു TV യൂണിറ്റിൻ്റെ 2 സൈഡിലായിട്ടാണ് നമ്മുടെ ആദ്യത്തെ 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഗസ്റ്റ് റൂമിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂം എന്ന് പറയുന്നത്. നമുക്കങ്ങനെ കാര്യമായിട്ടുള്ള ഗസ്റ്റ് ഒന്നും ഇല്ല, എന്നിരുന്നാലും ഈ ഒരു റൂം നമ്മളെപ്പോഴും അങ്ങനെ ഒരു സജ്ജീകരിച്ച് ഇട്ടിരിക്കുകയാണ്. എല്ലാ റൂമും ഡിസൈൻ ഒക്കെ ഒരേപോലെ തന്നെയാണ് ഏകദേശം. എല്ലാ റൂമിലും ഇതുപോലെ കബോർഡ് വർക്ക് ഉണ്ട്. പിന്നെ കോട്ട് മാട്രസ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവിടെ നിന്ന് പോരുമ്പോൾ തന്നെ ഒരു 3 ബെഡ്റൂം. അത് ഇനിയിപ്പോൾ ഇവിടെയാണ് നമുക്ക് മക്കളുടെ പഠനം, സ്കൂള് അടുത്താണ്. അതുകൊണ്ട് ഇവിടെ കിട്ടിയത് നമുക്ക് ഏറ്റവും ഹാപ്പി ആയിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ നീങ്ങിയുള്ള ഫ്ലാറ്റുകൾ നോക്കുമായിരുന്നു. അപ്പോൾ ഒരു 3 ബെഡ്റൂം വേണമെന്നുള്ളതായിരുന്നു നമ്മളുടെ ആഗ്രഹം.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോരുമ്പോഴേ നമ്മൾ പർച്ചേസ് ചെയ്തതൊക്കെ ഒരു 3 എണ്ണം വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ മുഷിഞ്ഞ തുണികളൊക്കെ ഇടാനായിട്ടുള്ള കൊട്ട നമ്മൾ ഐക്യന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ നമ്മൾ ഇത് ഗസ്റ്റ് റൂം ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഉപയോഗമൊന്നും അത്ര ഇല്ലാത്തതുകൊണ്ട് ഈ റൂമിലാണ് നമ്മൾ അയൺ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡെയിലി യൂണിഫോമൊക്കെ അയൺ ചെയ്യലൊക്കെ ആയിട്ട് വേണ്ടതായതുകൊണ്ട് ഇവിടെ അയൺ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വൈറ്റ് കളർ വേസ്റ്റ് ബസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു സ്റ്റഡി ടേബിൾ ഇട്ടിട്ടുണ്ട്. സ്റ്റഡി ടേബിൾ നമ്മൾ മുന്നേ മക്കൾ കഴിഞ്ഞ വർഷമേ വന്നല്ലോ, അപ്പോൾ അന്നേ മേടിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റഡി ടേബിളാണ്. അപ്പോൾ അതെൻ്റെ വീട്ടിലായിരുന്നു നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ 3 റൂമിലും സ്റ്റഡി ടേബിളും ചെയറും ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് നോക്കിയാലും നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. കാരണം നമ്മൾ താമസിക്കുന്ന 8ാമത്തെ നിലയിലാണ്. അപ്പോഴാണ് ഈ ഒരു നാടിൻ്റെ ഭംഗി ഇത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭംഗി, അതായത് എൻ്റെ വീട് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പോയാൽ എൻ്റെ വീടാണ്. അപ്പോൾ ഇത്ര ഭംഗിയുള്ള ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് കേട്ടോ. നാടിൻ്റെ ഭംഗിയൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മൾ താഴെ ഇപ്പോൾ ഒരു 2 നില വരെയുള്ള വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ഇത്രത്തോളം ഭംഗി നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ നാട്. അപ്പോൾ നല്ല ഭംഗിയുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന്. ഓരോ ജനലിലൂടെയുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്കുള്ളത് വാഷ്റൂം, 3 വാഷ്റൂമും അറ്റാച്ച്ഡ് ആണ്. വാഷ്റൂം അകത്താണെങ്കിലും എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് ഒരേ ഡിസൈൻ തന്നെയാണ്. സിങ്ക്, പിന്നെ നമുക്ക് ടോയ്ലറ്റ് സീറ്റ്, പിന്നെ ബാത്ത് ഏരിയ അങ്ങനെ തന്നെയാണ് കേട്ടോ. 3 വാഷ്റൂമിലും നമ്മൾ ഇതേ പോട്ടും മണി പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഇതും നമ്മൾ ഐക്യന്ന് മേടിച്ചാണ്. 3 എണ്ണം ഒരേപോലെ തന്നെ മേടിച്ചിട്ടുണ്ട്. പിന്നെ സിങ്ക് കഴുകാനുള്ള ബ്രഷ് ഞാൻ സിങ്കിൻ്റെ അവിടെ തന്നെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ചെറിയ പ്രാണികൾ ഉണ്ട് രാത്രിയാകുമ്പോഴേ. അപ്പോൾ രാവിലെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചെറിയ പ്രാണികൾ അവിടെ വീണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് സിങ്ക് രാവിലെ തന്നെ ഒന്ന് ആരാണോ ബ്രഷ് ചെയ്യുന്നത്, ഇവിടെ ആരും അങ്ങനെ ബ്രഷ് ചെയ്യുന്നില്ല, ആരാണോ ബ്രഷ് ചെയ്യുന്നത് അപ്പോൾ അവർക്കതൊന്ന് സിങ്ക് വാഷ് ചെയ്തിടാമല്ലോ, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ബെഡ്റൂം. അത് കഴിഞ്ഞ് നമുക്കിനി നമ്മളുടെ TV യൂണിറ്റിൻ്റെ അനദർ സൈഡ് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം. സെയിം നേരത്തെ കണ്ട റൂം പോലെ തന്നെ ഇവിടെയാണ് നമുക്ക് ഈ റൂമിൽ മാത്രമേ നമുക്ക് AC ഉള്ളത്. പിന്നെ നമുക്ക് ഹീറ്ററും ഇവിടെ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ മറ്റുള്ള റൂമിൽ നിന്നൊരു വ്യത്യസ്തതയുള്ളത്. സെയിം കബോർഡ് വർക്ക്, സെയിം ആയിട്ടുള്ള കട്ടിൽ, നമ്മൾ നേരത്തെ റൂമിൽ കണ്ട പോലെ തന്നെ സ്റ്റഡി ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മോൻ ഇവിടെയാണ് പഠിക്കാനിരിക്കുന്നത്. പിന്നെ നേരത്തെ കണ്ടതുപോലെ തന്നെ സെയിം വാഷ്റൂം തന്നെയാണ് ഇവിടെയുള്ളത്. കബോർഡുകളൊക്കെ നമ്മൾ വേണ്ടത്ര രീതിയിൽ അറേഞ്ച് ചെയ്ത് ഞാൻ വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനത് പിന്നെ തുറന്ന് കാണിക്കാത്തത്. എന്തായാലും കബോർഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. കാരണം എനിക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓർഗനൈസേഴ്സ് ഞാൻ മേടിച്ചത് പ്രകാരമുള്ള അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ജനലിലൂടെ നോക്കുമ്പോഴുള്ള വ്യൂ. നേരത്തെ കണ്ട റൂമിൽ നിന്നുള്ള സെയിം വ്യൂ തന്നെയാണ് ഇവിടെ. കാരണം അത് ഒരേ സൈഡ് വരെയാണ് വരുന്നത്. ഇനി ഇതാണ് ഈ റൂമിൻ്റെ അനദർ സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ മക്കളുടെ സ്കൂള്. അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടല്ലേ ഒരു മെയിൻ റോഡ്, ഇതേ വണ്ടികൾ പോകുന്നത് കാണുന്നില്ലേ, ഇതാണ് എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴി എന്ന് പറയുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ റൂമിലെ വിശേഷം. ഇനി നമുക്ക് അടുത്ത സൈഡിലോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ TV യൂണിറ്റിൻ്റെ ആ ഒരു ബാക്ക് സൈഡാണ് നമുക്ക് ഡൈനിങ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ പ്രയർ ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ രാവിലെയും ഈവനിങ്ങും ഞാൻ കുറച്ച് സമയം തിരി കത്തിച്ച് വെക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രയർ ഏരിയ. പിന്നെ ഇതാണ് ഡൈനിങ് സ്പേസ്. പിന്നെ ഇവിടെയാണ് ഫ്രിഡ്ജ് ഇട്ടിരിക്കുന്നത്. ഫ്രിഡ്ജ് കിച്ചണിലാണ് ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ കിച്ചൺ താരതമ്യേന ചെറുതാണ്. അപ്പോൾ വീണ്ടും ഒരു സൗകര്യക്കുറവാണ് ഫ്രിഡ്ജ് അവിടെ കിടക്കുമ്പോൾ. അപ്പോൾ ഫ്രിഡ്ജ് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇനി നമ്മളുടെ ബാൽക്കണി. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വാഷ് ചെയ്ത തുണികൾ ഇടാനായിട്ട് നമുക്ക് കിച്ചൺ സൈഡിൽ സ്ഥലമുണ്ട്. നല്ല വെയിലാണ് ഇവിടെ നിന്ന്. പക്ഷെ നമുക്ക് ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സ്റ്റാൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നെസ്റ്റോയിൽ പോയ വ്ളോഗ് അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സൗകര്യമായി. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇത് അനദർ അടുത്തൊരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. മക്കളുടെ സ്കൂള് കാണാൻ പറ്റും. പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. ഇവിടെ നിന്നൊരു നോക്കുമ്പോൾ ഒരു പഴയ സ്കൂളുണ്ട്. അതൊരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. എന്താ പറയുക, നമ്മുടെ പണ്ട് കാലത്തെ നീളത്തിലുള്ള വരാന്തയും ഒക്കെയുള്ളൊരു സ്കൂള്. അത് ഭയങ്കരമായൊരു ഗ്രാമീണത വിളിച്ചുണർത്തുന്നൊരു രംഗമാണ്. ഞാൻ എന്നും രാവിലെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ ആ സ്കൂൾ നോക്കി നിൽക്കാറുണ്ട്. കാരണം ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ഇതുപോലൊരു ഗവൺമെൻറ് സ്കൂളിലാണ്. അത് ഇവിടുന്ന് ഇത്തിരി നീങ്ങിയിട്ടുള്ളൊരു സ്കൂളാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ആ സ്കൂളൊക്കെ നല്ല ഭംഗിയുള്ള കെട്ടിടമൊക്കെ ആക്കി മാറ്റി. അപ്പോൾ ഈ ഒരു സ്കൂൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മ വരും. കാരണം നമ്മൾ എത്രയൊക്കെ വലിയ സ്കൂളിൽ പഠിച്ചാലും ആ ഒരു ഗ്രാമീണതയിൽ പഠിക്കുന്ന ആ ഒരു ഓടിട്ട് ക്ലാസ് റൂമുകൾ, ബെഞ്ച്, ഡെസ്ക്, ഇങ്ങനെ ചെറിയ പിടുത്തമുള്ള വേറെ ഡോറൊന്നും ഇല്ലാത്ത, പിന്നെ നീളമുള്ള വരാന്ത, അവിടെ ഇരുന്ന് ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചൊക്കെയാണ്, അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് നേരം അവിടെ നോക്കി നിൽക്കുമ്പോൾ ഈ എല്ലാ ഓർമ്മകളും നമ്മുടെ മനസ്സിലൊന്നും ഓടിപ്പോട്ടോ. അപ്പോൾ എനിക്ക് സ്വതവേ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ മഴയും പ്രകൃതിയും പച്ചപ്പൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ കണ്ണിൽ കാണുന്ന എല്ലാ കാഴ്ചകളും ഭംഗിയുള്ളതാണ്. ഏത് ജനലിലൂടെ നോക്കിയാലും, അടുക്കളയിലൂടെ നോക്കിയാലും, ബാൽക്കണിയിൽ വന്ന് നോക്കിയാലും എല്ലാം ഭംഗിയുള്ള കാഴ്ചകളാണ്. അപ്പോൾ അത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആണ് മേരി മോളുടെ റൂം. അപ്പോൾ ഇതാണ് മേരിയുടെ റൂം. ഇവിടെയും വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളുടെ നേരത്തെ റൂമിലെ 2 കോട്ടും കിങ് സൈസാണ്. ഇത് ക്വീൻ സൈസാണ്. പിന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സെയിം കബോർഡ് വർക്കാണ്. റൂമിന് 2 വശത്തും വിൻഡോകളുണ്ട്. നമ്മൾ സെയിം കണ്ട നേരത്തെ വ്യൂ തന്നെയാണ് ഈ വിൻഡോയിൽ. ഈ വിൻഡോയിലൂടെ നോക്കുമ്പോഴും ആ റൂമിൽ നിന്ന് കണ്ട പോലത്തെ സെയിം വ്യൂ തന്നെയാണ്. നമ്മളുടെ റോഡും സ്കൂളും മലനിരകളും എല്ലാം ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും. ഈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്താ പറയുക, ഈ പറയുന്ന മലകളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഫുൾ മഞ്ഞ് മൂടിയിട്ടായിരിക്കും. നല്ല ഇരുണ്ട മഴ പെയ്യുന്ന സമയത്തായാലും കറുപ്പ് നിറമായിരിക്കും. അങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഈ മല ഡിസൈൻ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. നല്ല വെട്ടമുദിക്കുമ്പോൾ ഇതുപോലെ വെയിലുള്ള സമയത്താണ് നമുക്ക് ആ പച്ചപ്പും അതിൻ്റെ ഓരോ ഡിസൈനുകളും ഇങ്ങനെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഓരോ സമയത്തിന് ഇനിയിപ്പോൾ സന്ധ്യ ആകുമ്പോൾ ആ ഒരു സൂര്യൻ്റെ വെളിച്ചത്തിൻ്റെ ആ ഒരു ഓറഞ്ച് കളർ ഇങ്ങനെ ആകെ പരന്നിട്ടുള്ളൊരു വ്യൂ ആയിരിക്കും. അപ്പം അങ്ങനെ ഓരോ സമയത്തിനും നമ്മളുടെ പ്രകൃതിക്ക് ഓരോ ബ്യൂട്ടിയാണ്. അത് ഇങ്ങനെ ഉയരത്തിലുള്ളത് കൊണ്ട് നമുക്കത് കണ്ടാസ്വദിക്കാൻ പറ്റുന്നത് മാത്രം. അതുപോലെ തന്നെ മുഷിഞ്ഞ തുണിയിടാനുള്ള കൊട്ട സെയിം ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ റൂമിലുണ്ടായിരുന്ന പോലെ തന്നെ മീഷോ നമ്മൾ മേടിച്ചതാണ്. ഇത് മേരിയുടെ അലാറാണ് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ വാഷ്റൂം സെയിം തന്നെയാണ്. നേരത്തെ പോലെ തന്നെ സിങ്ക്, പിന്നെ ടോയ്ലറ്റ് സീറ്റ്, ടോയ്ലറ്റ് ഏരിയ, പിന്നെ ബാത്ത് ഏരിയ, അങ്ങനെ തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ വാഷ്റൂം. നമ്മളുടെ ഡൈനിങ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് വാഷ് ഏരിയ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. കിച്ചൺ ഞാൻ പറഞ്ഞ പോലെ സാധാരണ അപ്പാർട്ട്മെൻറ്റിൻ്റെ പൊതുവേ കിച്ചൺ ചെറുതായിരിക്കും. അപ്പോൾ അതുപോലെ ഇതാണ് കിച്ചൺ ഞങ്ങൾ വരുമ്പോൾ, അതായത് ഇങ്ങനെ ഒരു കിച്ചൺ, പിന്നെ ഫ്രിഡ്ജ് ഇവിടെ കിടന്നിരുന്നു. ഫ്രിഡ്ജ് ഞങ്ങളെടുത്ത് മാറ്റി. പിന്നെ നമ്മൾ ഈ സ്റ്റാൻഡ് നിങ്ങൾ മുന്നത്തെ വ്ളോഗ് കണ്ടവർക്കറിയാം. ഇതാണെങ്കിലും ഈ ഒരു വൈറ്റ് ആണെങ്കിലും നമ്മളുടെ ദുബായിയുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. ഈ ഒരു പ്ലാന്റ് അടക്കം നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഇവിടെ വന്ന് നമ്മൾ പാത്രങ്ങളെല്ലാം മേടിച്ചു. മിക്സി, ഓവൻ നമ്മളിവിടെ വന്ന് വാങ്ങിച്ചു. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് നമ്മളിവിടെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ ആളുകളെ വിളിച്ച് അവർ വന്ന് അളവെടുത്ത് പുറത്തുനിന്ന് പണി കഴിഞ്ഞ് കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ ഈ ഒരു ടൈലുമായിട്ട് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ബാക്കി വേറെ ഫിക്സിംഗ് ഒന്നുമില്ല. പക്ഷേ സംഭവം ഭയങ്കര റിജിഡാണ്, നല്ല ഹെവിയാണ് കേട്ടോ, ഒരു കുലുക്കമില്ല. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഓവൻ ഞാനിവിടെ വെച്ചു. എനിക്ക് എപ്പോഴും എടുക്കേണ്ടതല്ലേ രാവിലെ തന്നെ അരിയൊക്കെ, അപ്പോൾ അത്, പിന്നെ മക്കളുടെ സ്നാക്സ്, അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം എപ്പോഴും എടുക്കേണ്ടി വരുന്ന പാത്രങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ പണിയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഉള്ളിലാണ് ഗ്യാസ് സിലിണ്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡോറ് തുറക്കാനുള്ള സ്പേസ് നമുക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് പിന്നെ നമുക്ക് ഗ്യാസ് വരുന്ന സമയത്തൊക്കെ മാത്രം ഒരു പർപ്പസേ ഉള്ളൂ. അപ്പോൾ അവിടെ ഞാൻ നമ്മുടെ സവാളയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കൊട്ട അവിടെ വെച്ചിട്ടുണ്ട്.
ഇനി ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് വെച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ചോറും കറിപ്പാത്രങ്ങളും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഏരിയ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ബാക്കി സിങ്ക് എല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിടക്കുമല്ലോ. ഇപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഓർഡർ ചെയ്തതൊക്കെ നമുക്കിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ ഇവിടെ വരും. അപ്പോൾ എനിക്ക് അതിലേക്ക് ഇതെല്ലാം കൺവേർട്ട് ചെയ്ത് വെക്കണം. അതിപ്പോൾ തൽക്കാലമാണ് ഇതിവിടെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നമുക്കിവിടെ അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് ഡെലിവറി ചെയ്ത് തരും. അപ്പോൾ അവിടെ നിന്ന് ഡെലിവറി വന്നതാണിത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കിച്ചൺ. പിന്നെ ഈ കബോർഡുകളാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ മുഴുവനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് കഴിഞ്ഞിട്ടില്ല ഇതിനകത്തൊന്നും. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഐക്യത്തെ വാട്ടർ ജഗ്. ഇവിടെ നമുക്ക് വെള്ളം പ്യൂരിഫൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ സമയം പ്യൂരിഫൈ ചെയ്ത വെള്ളം മുഴുവൻ ഞാൻ ഇതിൽ പിടിച്ച് വയ്ക്കും. അപ്പോൾ കുക്കിങ്ങിന് എനിക്ക് എടുക്കാനുള്ള കപ്പാണിത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് എടുക്കാം. അങ്ങനെയാണ്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് ബാക്കിയെടുത്ത് ഇവിടെ വിരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഷെൽഫ് വന്നു പുതിയതായിട്ട്. പിന്നെ നമ്മൾ പ്ലേറ്റ് വെക്കാനുള്ള സ്റ്റാൻഡും പിന്നെ നമ്മളുടെ കയ്യിലുകളൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡും ഇവിടെ വന്നപ്പോൾ എനിക്ക് കിച്ചൺ നല്ല എന്താ പറയുക വളരെ ചുരുങ്ങിയ സ്ഥലമാണെങ്കിലും ഒരുപാട് സൗകര്യങ്ങളായി. ഇതിപ്പോൾ എനിക്ക് ഇത്രയും സൗകര്യം എനിക്ക് ഇനഫാണ്. എനിക്കിത് മതി. പിന്നെ നമ്മൾ പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെടുത്താനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരവ. നമ്മൾ സാധാരണ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഞാനൊരു ചിരവ മേടിച്ചു. അതായത് സ്ലേവിൽ വെച്ച് ചിരകാവുന്ന ഒരു ചിരവ. പക്ഷെ അതുകൊണ്ട് ചിരകുമ്പോൾ പ്ലേറ്റും ഈ ചിരവയും തമ്മിൽ ഇങ്ങനെ എന്താ പറയുക വൈബ്രേറ്റ് ചെയ്യുക, തിറമ്പിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ മേടിച്ചതാണ് കേട്ടോ ഇത്. ഇതിന് ഓൺലൈനിൽ 3000 സംതിങ് ഒക്കെ കിടക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ പാത്രങ്ങളായാലും മിക്സി പിന്നെ ഓവൻ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച്, ഇതായാലും അങ്ങനെയുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും മേടിച്ചത് നമ്മൾ തൃശ്ശൂർ മണ്ണുത്തി ഉള്ള ഹോം പ്ലസ് എന്ന് പറയുന്ന കടയിലാണ് കേട്ടോ. അവിടെ ഇതിന് 1445 രൂപ ഇതിന് വിലയുള്ളൂ. ഓൺലൈനിൽ ഇത് കിടക്കുന്നത് 3000 സംതിങ് ആണ്. അപ്പോൾ ഈ ഒരു ചിരവ നമുക്ക്, അപ്പോൾ ഈ പാത്രം വെച്ചിരിക്കുന്നത് നാളികേരം ചിരകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പാത്രമാണ്. അപ്പം ഇനി വേറെ പാത്രം അന്വേഷിക്കണം. അപ്പോൾ അത് ഇവിടെ തന്നെ വെച്ചേക്കണം. അപ്പോൾ നാളികേരം ചിരകാന്ന് പറഞ്ഞ ഉടനടി ഒന്ന് കഴുകുക, തിരിച്ച് വെക്കുക, നാളികേരം ചിരക കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ മക്കളുടെ ടിഫിൻ കൊണ്ടുപോകുന്ന ബാഗ് വെക്കാനുള്ളൊരു സ്പേസ് ആയിട്ട് ഞാൻ വെച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു ചിരവയുടെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നമുക്ക് എന്താ പറയുക ഒരു കുലുക്കവും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് നല്ല ഉറപ്പോട് കൂടി ഒന്ന് ചിരകും ചെയ്യാം. ആരെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മക്കൾക്കാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ആരെങ്കിലും ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കാണെങ്കിലും ഒന്നിരുന്ന് വർത്താനം പറയാനായാലും നല്ലൊരു സ്റ്റൂളും കൂടിയായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇനി നമുക്ക് ഇതിനോട് ചേർന്നിട്ട് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ പോലെയുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ വേസ്റ്റ് കേട്ടോ. വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്കിവിടെ ഫ്ലാറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 10 മണിക്ക് അവർ വരും. അപ്പോൾ ഫുഡ് വേസ്റ്റ് ഒരു ബക്കറ്റിലാക്കി വെക്കണം. ബാക്കി പേപ്പേഴ്സ് പിന്നെ ചിരട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഒരു ബാസ്ക്കറ്റിൽ വെക്കണം. രാവിലെ 10 മണിക്ക് അവർ വന്ന് എടുത്തു പോകും. പിന്നെ ഈ ഒരു വലിയ പെട്ടി വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ഐറ്റംസ് പിന്നെ കുപ്പികൾ അതൊക്കെ പിന്നെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് മാസത്തിലൊരു ദിവസം വരുന്നതാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ വൺസ് അവരൊന്ന് വന്നു പോയി. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതും ആയിട്ടുള്ള ഒരുപാട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെ അവർ കൊണ്ടുപോയി. ഇനി ഇത് ബാക്കിയുള്ളതാണ്. ഇതിവർ മാസത്തിലൊരു ദിവസം വരും. ഇതാണ് നമുക്ക് കിച്ചണിൽ തുണിയിടുന്ന സ്റ്റാൻഡ്. ഇത് മുകളിലായിരുന്നു. ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് അനുസരിച്ച് നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് ഇടുക, അത് കഴിഞ്ഞ് വലിച്ച് കയറ്റി ഇടുക അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതെനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം തുണി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഡോർ അടയ്ക്കാനും തുറക്കാനും ബുദ്ധിമുട്ട്. പിന്നെ ഇത് വലിച്ച് കയറ്റി ഇടുക എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റുള്ള തുണികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ താഴെ വെച്ചു. ഇപ്പോൾ താഴെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ജെല്ലവസ് നോക്കുമ്പോൾ കാണുന്നതും നേരത്തെ ബെഡ്റൂമിൽ നിന്ന് കണ്ടത് തന്നെ ആ മെയിൻ റോഡും സ്കൂളും ഒക്കെ ആയിട്ടുള്ള സെയിം വ്യൂ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ബെഡ്റൂം ഫ്ലാറ്റാണ് നമ്മുടെ. അപ്പോൾ മക്കൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാനാണെങ്കിലും തൊട്ടടുത്താണ്. എൻ്റെ വീടാണെങ്കിലും ഇവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ സൗകര്യങ്ങളും നമ്മളുടെ സന്തോഷത്തോടു കൂടിയുള്ള ഈ ഒരു വീട്ടിൽ നമ്മളങ്ങനെ താമസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങളുടെ ഈ ഒരു വീട് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.